ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നമോ ഭഗവതേ വൈവസ്വതായ മർത്യവേ ബ്രഹ്മവിദ്യാചാര്യായ നചികേതസേ ച. എനിക്ക് വേണ്ടത് ആ ആത്മവിജ്ഞാനം തന്നെയാണ്. തമിഴിലൊരു ചൊല്ലുണ്ട്, എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ എന്തിൻ്റെ കുറവുള്ളത്? ഒന്നിൻ്റെയും കുറവില്ല. എഡ്യൂക്കേഷൻ എങ്ങനെ? യെസ്, കൽവി വേണ്ടത്ര ഇരിക്കത്. MA WMA ആണ്, ഒരു ഡോക്ടറേറ്റും ഉണ്ട്, IPS IAS കൂടെയുണ്ട്. ഞങ്ങൾക്കൊരു ട്രസ്റ്റി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാഗപ്പൂർ ആശ്രമത്തിൻ്റെ അവകാശിയാണ്. ജിച്കർ എന്ന് പറയും, ജിച്കർ, ശ്രീകാന്ത് ജിച്കർ. 9 MA ആണ് അദ്ദേഹത്തിന്. അദ്ദേഹം ഡോക്ടറാണ്. അദ്ദേഹം ഇന്റർനാഷണൽ ലോയിൽ അദ്ദേഹം വക്കീലാണ്. ഡോക്ടറേറ്റ് ഉണ്ട്. ഇത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. IPS IAS ഉണ്ട്. ഭാര്യയും IPS കാരിയാണ്, IAS കാരി. ഭാര്യയുടെ അച്ഛനും IAS കാരൻ. നാഗപ്പൂര് 42 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം വാഹനാപകടത്തിൽ മരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഭഗവാൻ കൊണ്ട് പറഞ്ഞു വരുന്നത് കൽവി ഇരിക്കുന്നത്. ഞാൻ കൽവിയുടെ കാര്യമാണ് പറയുന്നത്. കൽവി ഇരിക്കുന്നത്, എഡ്യൂക്കേഷൻ വേണ്ടത്ര. ജിച്കറിന്റെ പോലെ, ശ്രീകാന്തൻ ജിച്കറിന്റെ പോലെ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള 2ാമത്തെ ആൾ. അപ്പോൾ 1ാമത്തെ ആളുടെ കാര്യം പറയാതിരിക്കുക നല്ലത്. ഇദ്ദേഹത്തോട് ചോദിച്ചു, എഡ്യൂക്കേഷൻ യെസ് എന്തൊക്കെയാണ്, ഇന്നതൊക്കെയാണ്. അപ്പൊ എഞ്ചിനീയർ അല്ലേ, അത് ഞാൻ വേറെ ആൾക്കാർക്ക് മാറ്റി കൊടുത്തിരിക്കുകയാണെന്ന്. അതുകൂടി അങ്ങനെ എടുക്കാൻ കഴിയാഞ്ഞിട്ടല്ല എന്നർത്ഥം. അപ്പോൾ കൽവി വേണ്ടത്ര ഇരിക്കുന്നത്. പിന്നെ ഹെൽത്ത് വൈസ് ഓക്കെ, സൗണ്ട് ഹെൽത്ത് ഈസ് വെരി സൗണ്ട്. വീരം ഇരിക്കുന്നത്, ശെൽവം ഇരിക്കുന്നത്. ശെൽവം എന്ന് പറഞ്ഞാൽ എന്താണ്? പണം. മാങ്ങാത്തോട്ടമുണ്ട്. 6 കിലോമീറ്റർ 7 കിലോമീറ്ററിൽ 16 കിലോമീറ്റർ നാഷണൽ ഹൈവേ കൂടെ ഈസ്റ്റ് കോസ്റ്റ് ECR റോഡ് അതിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഇതിവിടെ നിന്ന് അങ്ങോട്ട് ആരംഭിക്കുകയാണ് എൻ്റെ സ്വത്ത്. ഒരു 16 കിലോമീറ്റർ ദൂരത്തേക്ക് മുഴുവൻ മാവിന്റെ തോട്ടങ്ങളാ പോലെ. പണ്ട് കണ്ണൻദേവൻ എസ്റ്റേറ്റിൽ കൂടെ മൂന്നാറിൽ പോകുന്ന സമയത്ത് ഒരു പാവപ്പെട്ട സ്ത്രീ പറഞ്ഞു, ഹായ്, ഇത് എൻ്റെ താത്താൻ്റെ എസ്റ്റേറ്റാണ്. കറക്റ്റ് അല്ലേ? TA ടാറ്റ. അവര് പറയുമ്പോൾ താത്ത. അപ്പൊ മറ്റുള്ളവർ അത് വിശ്വസിച്ചു എന്ന് പറഞ്ഞ പോലെ. ദേ കണ്ടോ എന്റെ കാറ് പോണേന്ന്, ദേ കണ്ടോ എന്റെ കാറ് എന്നല്ല, ദേ കണ്ടോ എന്റെ കാറ് പോണേന്ന് എന്ന് പറയുന്ന പോലെ എല്ലാം ഇരിക്കുന്നത്, ശെൽവം ഇരിക്കുന്നത്. അത് വെറുതെ വല്ലവന്റെ അല്ല, എന്റെ തന്നെയാണത്. എല്ലാ തരം കാറുകളും, ലംബോർഗിനി അടക്കം. ഒരു സ്ത്രീ നിന്നിട്ട് നാളെ പറഞ്ഞു കേട്ടു, എന്റെ മോന്റെ ലംബോർഗിനി എന്നിങ്ങനെ വീണ്ടും പറഞ്ഞു കേട്ടു. കേരളത്തെ കുറ്റം പറയാണ്. കേരളത്തിൽ റോട്ടിൽ കൂടെ എന്റെ മോന്റെ ലംബോർഗിനി ഇറക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞു. ഏതൊരു സ്ത്രീ അറിയാൻ ശ്രമിച്ചില്ല. കേരളത്തിൽ നിന്ന് പൊക്കൂടെ എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ ഇവിടെ കൽവി ഇരിക്കത്, ശെൽവം ഇരിക്കത്, വീരം ഇരിക്കത്. ஆனால் എന്റെ സ്വാമിജി നിമ്മതി മട്ടും കടയാത് കഴിഞ്ഞില്ലേ? എല്ലാം ഉണ്ട്, നിമ്മതി മട്ടും കിടയാത്. എഡ്യൂക്കേഷൻ വൈസ് ഈസ് ഓക്കെ, ഹെൽത്ത് വൈസ് ഈസ് ഓക്കെ, വെൽത്ത് വൈസ് ഈസ് ഓക്കെ, ബട്ട് നിമ്മതി, പീസ് ഓഫ് മൈൻഡ് നഹി. ഭൗതികതരത്തിന്റെ അളവുകോല് കൊണ്ട് ഒരിക്കൽ പോലും സന്തോഷത്തെ അളക്കാനാവില്ല. അതായത് 1 ലക്ഷം രൂപ കയ്യിലുള്ള ഒരാൾക്ക് 1 യൂണിറ്റ് സന്തോഷം. 10 ലക്ഷം രൂപയാകുമ്പോഴോ 10 യൂണിറ്റ് സന്തോഷം. 100 ലക്ഷം രൂപ 1 കോടിയാകുമ്പോഴോ 100 യൂണിറ്റ് സന്തോഷം. അങ്ങനെ അളക്കാൻ പറ്റൂ? കോടീശ്വരന്മാര് മുഴുവൻ സന്തോഷമുള്ളവര്, പൈസ ഇല്ലാത്തവർ മുഴുവൻ, ദരിദ്രന്മാര് മുഴുവൻ സന്തോഷമില്ലാത്തവര്. നമ്മളിതിന്റെ മാനദണ്ഡം, ക്രൈറ്റീരിയ പണമാണെങ്കിൽ, ധനമാണെങ്കിൽ അതിനനുസരിച്ച് സന്തോഷവും കൂടണ്ടേ? പക്ഷെ കണ്ടുവരുന്നത് എന്താണ്? ധനമില്ലാത്ത ആളുകളെ സന്തോഷവാന്മാര്. വാസ്തവത്തില് ആരോ ഒരിക്കൽ പറയേണ്ടായി, നമ്മളവിടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് അംബാനിയാണെന്ന്. മുകേഷ് അംബാനി. അങ്ങനെ ഒരുപാട് പൈസ ഉണ്ടാക്കേണ്ട, ഓടി നടക്കണമല്ലോ. അല്ലാണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. ബുദ്ധി ഉപയോഗിക്കണമല്ലോ, അല്ലാണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. അതിനുള്ള നയങ്ങൾ ഒക്കെ ഉണ്ടാക്കണം, എന്നാലേ പൈസ ഉണ്ടാവുള്ളൂ. എന്നിട്ട് പൈസ ഉണ്ടായിട്ട് എന്താ ചെയ്യുന്നത്? ഇവിടെ ഇരിക്കുന്ന ഭിക്ഷുവായിട്ടുള്ള ആള് 3 നേരം ആഹാരം കഴിക്കുന്നു. അംബാനി എത്ര നേരം കഴിക്കുന്നുണ്ട്? കുറെ പൈസ ഉണ്ട്, 8 നേരം കഴിക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെയുള്ള ഭിക്ഷുവായിട്ടുള്ള ആള് ഒരൊറ്റ കിടക്കലാണ് കിടക്കുന്നത്. ഒരു 2 മണിക്കൂർ വിട്ടിട്ട് വേറെ കിടക്കകൾ തേടി പോകുന്നുണ്ടോ? മുകേഷ് അംബാനിക്ക് എത്ര കിടക്കയുണ്ട്? 1 കിടക്ക പാവത്തിന്. കാറിൽ കയറി എത്ര സീറ്റിലയാൾ ഇരിക്കും? 1 സീറ്റിലിരിക്കും. അധ്വാനോ
കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി 60,000-70,000 പേരുണ്ട് അദ്ദേഹത്തിന്റെ പുറകിൽ നേരിട്ട് ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാർ. ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കണ്ടേ? അവർക്ക് ജോലി ചെയ്യാൻ ശമ്പളം വാങ്ങിക്കാൻ പോവുക, സുഖം മയം. ഇയാൾ രാപ്പകൽ അധ്വാനിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കഷ്ടപ്പെടുന്ന ആളാരാ? മുകേഷ് അംബാനി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ആരാ? ബിൽ ഗേറ്റിനെ പോലുള്ള ആളുകൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവര്. നമ്മളൊക്കെ എന്താ, നമ്മളെ അത് വന്ന് 1-ാം തീയതി ആകുമ്പോൾ ശമ്പളം വാങ്ങിക്കുന്നത് സുഖമയം, നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിൽ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ പീസ് ഓഫ് മൈൻഡ് ആർക്കാ കൂടുതൽ? അടിസ്ഥാന വർഗത്തിനല്ലേ കൂടുതൽ? പശുക്കളെയും കണ്ടിട്ടില്ലേ? ഞങ്ങളുടെ നാട്ടിലൊരു പാറമേക്കാവ് ക്ഷേത്രമുണ്ട്. അതിന്റെ മുമ്പിൽ ഹൈവേ ആണ്, അതിന്റെ മുമ്പിൽ റൗണ്ട് എന്ന് പറയും. അവിടെ ഒരു മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയൊരു ആനയുടെ വലിപ്പമുള്ളൊരു കാളയുണ്ട്. അങ്ങനെ എവിടെയെങ്കിലും തേങ്ങാട്ടിൽ പോയിട്ട് കാലത്ത് പോയിട്ട് അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് പിന്നെ കുറെ ചില വീടുകളൊക്കെ ഉണ്ട്. അങ്ങനെ അറിയുന്ന വീടുകളുണ്ട്. പ്രത്യേകിച്ചും തമിഴ് ബ്രാഹ്മണന്മാരുടെ വീടിന്റെ അടുത്ത് നിന്നിട്ട് തലയിട്ട് ഇങ്ങനെ നിൽക്കും. മറ്റേ വാതിലേക്ക് മുട്ടി തുറന്നുകൊണ്ട് തലയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെയുള്ള അമ്മയാര് വന്ന് അല്ലെങ്കിൽ അവിടത്തെയുള്ള സ്ത്രീ ഓടി വന്നിട്ട് പറയും, നീ വല്ല ശല്യം ചെയ്യണ്ട കേട്ടോ, അടികെട്ടി എന്റെ കയ്യിൽ നിന്ന് വെച്ചാൽ ഒരു ഈർക്കിലേക്ക് കൊണ്ടുവരിക ഇത്രയും വലിയ കാളെ തല്ലാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവർ ഇഡ്ഡലിയോ മറ്റെന്തെങ്കിലും കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള അതൊക്കെ അവിടെ കിട്ടും. കാലത്തെ കാര്യങ്ങളെയും കഴിഞ്ഞു കഴിഞ്ഞാൽ പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ റൗണ്ടിന്റെ നടിയിലൊന്നൊരു കിടപ്പാണ്. തൊട്ടാൻ കഴിയുള്ള ഒരാൾക്ക് പോലീസുകാർ വന്ന് അവിടെ നിന്നിട്ട് സെല്യൂട്ട് അടിക്കും. ഒന്ന് പോയാട്ടെ എന്ന് പറഞ്ഞിട്ട്. മണികണ്ഠ ഒന്ന് പോ മണികണ്ഠ. കാരണം മണികണ്ഠനെ എന്തെങ്കിലും ചെയ്താലോ? മണികണ്ഠനെ ചെയ്തു കഴിഞ്ഞാൽ പോലീസിന് ചിലപ്പോൾ ജോലി തെറിക്കും. എന്നിട്ട് പോലീസ് ഇൻസ്പെക്ടർ വരെ വന്നിട്ട് ഹോൺ അടിക്കല്, ഇറക്കല്, അതിനെ പിടിച്ച് ഉന്തല്, ചെറിയ വടി കൊണ്ടൊന്ന് അടിക്കാൻ നോക്കല്, ഒരു രക്ഷയില്ല. അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള സമയത്തേ പോവുള്ളൂ. ശാന്തിയോട് കൂടിയിട്ടുള്ള തപസ്സാണ് പരമേശ്വരന്റെ തപസ് പോലെ. കണ്ണുകൾ അടച്ച് ഏത് പോലീസ്, എന്ത് പോലീസ്. അദ്ദേഹത്തിന്റെ കാര്യം ഇവിടെ കഴിഞ്ഞു. നോക്കുക, അദ്ദേഹത്തിന് വല്ല ചെക്ക് കടിച്ചു പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ? ഏതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ? അതാണ് പറയുന്നത്, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. അതിൽ ഹിഡൻ ലാംഗ്വേജ് ഇതാണ്. അവൻ കിടന്ന ഒരിടത്ത് നിൽക്കാൻ കഴിയാത്തവനാണ് ഇടമില്ലാത്തവൻ. പലയിടങ്ങളുണ്ടായാലും പ്രശ്നങ്ങളാണ്. അപ്പൊ അവൻ ഓടുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടുന്നു, അവൻ ഇങ്ങോട്ട് ഓടുന്നു. മണ്ണിൽ ഇടമില്ല എന്നുള്ളതാണ് സത്യം. തന്റെ അവസാനം എവിടെയാവുന്നു അവനറിയില്ല എന്ന് പറയുന്ന പോലെ നെട്ടോട്ടം ഓടുകയാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഭൗതിക ധനത്തിന്റെ അളവ് പോലുകൊണ്ട് സന്തോഷത്തെ ഒരിക്കലും അളക്കാൻ ശ്രമിക്കരുത്. അത് സന്തോഷമായി തീരാറില്ല. നമ്മൾ പലപ്പോഴും കുഷ്ഠരോഗം ബാധിച്ച ആളുകൾ, 2 കാലില്ലാത്ത ആളുകൾ, കണ്ണില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ പറയോ കഷ്ടം. അവർക്ക് അങ്ങനെ കഷ്ടം തോന്നിയിട്ടൊന്നും ഉണ്ടാവില്ല. ഞാനിവിടെ എറണാകുളം ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഇവിടുന്ന് 2 കൈയില്ലാത്ത ഒരാളുണ്ട്. അപ്പൊ അയാൾക്ക് പൈസ വെച്ചു കൊടുക്കുമ്പോൾ ഈ കൈയിന്റെ ഇവിടെ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ പൈസ വെച്ചു കൊടുത്ത് അങ്ങനെ ഇങ്ങനെ തട്ട് കെട്ടും. തട്ടുമ്പോൾ അങ്ങനെ ഈ പോക്കറ്റിൽ വന്ന് വീഴും. അപ്പൊ അത് കാണാൻ വേണ്ടി ചിലർ 2 പ്രാവശ്യം പൈസ വെച്ചു കൊടുക്കും. അപ്പോഴും അങ്ങനെ ഇങ്ങോട്ട് തട്ട് കെട്ടും, അതിവിടെ വന്ന് വീഴും. പിന്നീടാണ് അറിഞ്ഞത് ഈ പൈസ കൊണ്ട് അദ്ദേഹം ഓട്ടോറിക്ഷ മുതലാളിയാണ്. അങ്ങനെ 3-4 ഓട്ടോറിക്ഷകളുണ്ട്. അങ്ങനെ എത്ര സന്തോഷവാനാണ്. പാട്ടുപാടി നിരന്തരം കാണുന്ന ആളുകൾ കാണുമ്പോൾ ഇപ്പൊ എവിടെയാണ്, എന്താണ്, സുഖമല്ലേ എന്ന് ചോദിച്ച് പറഞ്ഞു വരുന്നത്. ഒരിക്കലും ഭൗതികമായിട്ടുള്ള ധനം, ബാഹ്യമായിട്ടുള്ള ധനം, ആന്തരികമായിട്ടുള്ള യഥാർത്ഥ സന്തോഷത്തിന്റെ മാനദണ്ഡമേയല്ല. പരിപൂർണതയും അതുപോലെ സമാധാനത്തെയും സുരക്ഷിതത്തെയും ഒരിക്കൽ പോലും പണം കൊണ്ട് അളക്കാൻ കഴിയില്ല. ഭൗതിക ധനത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഇവയെ ബാധിക്കുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ പണക്കാരെല്ലാം സുഖികള്, പണമില്ലാത്തവരെല്ലാം ദുഃഖികള്. കോടീശ്വരന് 100 യൂണിറ്റ് സന്തോഷം മുമ്പ് പറഞ്ഞ പോലെ, അതേ സമയത്ത് ലക്ഷപ്രഭുവിന് 50 യൂണിറ്റേ ഉള്ളൂ, കൂലിപ്പണിക്കാരന് 5 യൂണിറ്റ് സന്തോഷം. അങ്ങനെയാണോ? അങ്ങനെയല്ലല്ലോ കണ്ടുവരുന്നത്. ഇങ്ങനെയല്ലല്ലോ കണ്ടുവരുന്നത്. അതുകൊണ്ട് പറയുകയാണ് ഇവിടെ, ഒരിക്കല് ഒരു വലിയ പണക്കാരൻ എന്തോ എന്ന് പറഞ്ഞ സമയത്ത് ആ പണക്കാരൻ എന്തോ ഇഷ്ടപ്പെട്ടില്ല. അയാൾ എന്തോ കുറെ ചീത്ത പറഞ്ഞു. നീ വെറുതെ അല്ല ദരിദ്രനായി എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു. അപ്പൊ നിങ്ങളോ? ഞാൻ റിച്ചാണ്, ഞാൻ പണക്കാരനാണ്, ഐ എം എ റിച്ച് പേഴ്സണാലിറ്റി, വാട്ട് അബൌട്ട് യു? നിന്റെ സ്വഭാവം കൊണ്ടാണ് നീ ഇങ്ങനെ റിച്ച് അല്ലാതെ പോയത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, സാറേ ഐ ആം ഓൾസോ റിച്ച്. നീ റിച്ചോ? എന്നിട്ട് അതിൽ എന്റെ യെസ് ഐ ആം റിച്ച് ഇൻ പോവർട്ടി. ദാരിദ്ര്യത്തിൽ ഞാൻ ധനികനാണ്. 2 നേരം ആഹാരം കിട്ടാത്തൊരു സാഹചര്യം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അതും കൂടി പോയി അനുഭവിക്ക്. ഞാൻ അതും അനുഭവിച്ചവനാണ്. ഐ ആം റിച്ച് ഇൻ പോവർട്ടി. നിനക്കില്ലാത്ത സന്തോഷം അതുകൊണ്ട് എനിക്കുണ്ട്. ദാരിദ്ര്യത്തിൽ ഞാൻ ധനികനാണ്. അവൻ ദ്വാരകയുടെ അധിപതിയാണ്, ഞാൻ ദാരിദ്ര്യത്തിന്റെ അധിപതിയാണെന്ന് പറഞ്ഞ കുചേലൻ. ആയതുകൊണ്ട് ഞങ്ങൾ തരാതരക്കാരാണ്, ഞങ്ങൾ തോളോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടവരാണ്. അവൻ ദ്വാരകയുടെ അധിപതി. ഓക്കെ,
ഞാനും അധിപതിയാണ്. എന്ത്? എൻ്റെ ദാരിദ്ര്യത്തിന്റെ അധിപതി. അതുകൊണ്ട് കൃഷ്ണന്റെ അടുത്ത് പോയിട്ട്, എന്റെ സഹപാഠിയാണ്, അവിടെ പോയിട്ട് കൃഷ്ണ എനിക്ക് എന്തെങ്കിലും തരണേ കൃഷ്ണ എന്ന് ഞാൻ പ്രാർത്ഥിക്കില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, എന്നെ കുമാറാക്കണം, കുമാറാക്കണം. കുമാർ എന്ന് മനസ്സിലായില്ലേ? കുമാറാകണം. കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ആരോട് പറഞ്ഞതാണ്. അവിടെ വലിയൊരു കോടീശ്വരൻ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗം അദ്ദേഹത്തിന്റെ പേര് കുമാർ എന്നായിരുന്നു. അപ്പോ കുമാറാക്കണം എന്ന്. കുമാർ. അതല്ലെങ്കിൽ കുമാർ തന്നെ ആയാലും കുഴപ്പമില്ല, എന്നെ കുമാറാക്കണം, പറ്റിയില്ല കുമാറാക്കണം. കുമാർ അവിടുത്തെ കോടീശ്വരൻ. അതാക്കി മാറ്റാൻ പറ്റിയിരുന്ന കുമാറാക്കണം എന്ന് പറയുന്ന പോലെയുള്ള പ്രാർത്ഥനകളൊന്നും അവിടെ ഇല്ല. എനിക്ക് അവിടെ നിന്നൊന്നും പ്രാർത്ഥിക്കാനില്ല. പക്ഷേ കൊടുക്കേണ്ടത് എന്താണെന്ന് എല്ലാം അറിയുന്ന കണ്ണനോട്. നമ്മുടെ അമ്മമാര് പാടുന്നൊരു പാട്ടുണ്ട്, എല്ലാം അറിയുന്ന കണ്ണനോട് ഒന്നും പറയേണ്ട കാര്യമില്ല. കുചേലൻ പോയിട്ട് ഒന്നും ചോദിച്ചില്ല. ഇവിടുന്ന് ഭാര്യ എഴുത്തു കൊടുത്തയച്ചു, ഇന്നത് വേണം, ഇത്ര രൂപ വേണം, ബാങ്കിൽ എത്ര കടമുണ്ട്, വീടില്ല, വീടൊന്ന് പൊളിച്ചു വേണം, 10-26 എല്ലാ നക്ഷത്രത്തിലും ഓരോ കുട്ടികളുണ്ട്, പിന്നെ ദാരിദ്ര്യത്തിന് പിന്നെ കടന്നു വരാൻ വേറെ മാർഗങ്ങളൊന്നും ആവശ്യമില്ല, തുറന്നിട്ട് കൊടുത്തിരിക്കില്ലേ ദാരിദ്ര്യത്തിന് കടന്നു വരാനുള്ള വഴി. അപ്പൊ ഇന്നതൊക്കെ അവിടെ ചോദിക്കണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നോട് കൂടിയിട്ട് എന്തായി, കൃഷ്ണൻ അവിടെ വിളിച്ചു വരത്തിലും പാദപ്രക്ഷാളനം നടത്തലും രുക്മിണി അടുത്തും സ്വന്തം തൽപ്പത്തിൽ പിടിച്ചെടുത്തലും, എന്നിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ വനമാലയും അദ്ദേഹത്തിന്റെ മോതിരവും അദ്ദേഹത്തിന്റെ സ്വർണവും കിരീടമൊക്കെ കുചേലന്റെ തലയിൽ വെച്ചു കൊടുത്തു. കാണാൻ നല്ല ഭംഗിയുണ്ടാവില്ലേ? ഒക്കെ വെച്ചു കൊടുത്തു. പോകുന്ന സമയത്ത് പാവം അരിപ്പിച്ച കാശ് പോലും കൊടുത്തില്ല, ബസ് കൂലി പോലും കൊടുത്തില്ല. ഇങ്ങോട്ട് വന്ന പോലെ തന്നെ അദ്ദേഹം പോർബന്തറിലായിരുന്നു നാട്, അവരോട് ഗാന്ധിയുടെ നാട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ നാട്. നടന്നവിടെ എത്തിയപ്പോൾ സ്ഥിതി എന്താ? ഉള്ളത് മുഴുവൻ അവിടുന്ന് പോയി. ഇത്ര ഭാര്യയും കാണാനില്ല, മക്കളെയും കാണാനില്ല, വീടും കാണാനില്ല, ഒക്കെയും പോയി. വലിയൊരു വീട് അവിടെ കാണുന്നത്, 4 നില ഫ്ലാറ്റ്. അതിന്റെ മേളിൽ സുന്ദരിയായിട്ടുള്ള സ്ത്രീ, അവര് ചുരിദാറിട്ട് നിൽക്കണു. ചുരിദാറിട്ട് നിൽക്കുന്നത് കൃഷ്ണന് ഇഷ്ടമല്ല എന്നൊക്കെയാ ഇവിടെ പറഞ്ഞ് പരത്തിയത്. പക്ഷെ അവിടെ അങ്ങനെയാ, ചുരിദാറൊക്കെ ഇട്ട് നിൽക്കണു. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് തന്റെ ഡാർലിംഗ് തന്നെയാണെന്നും. അവിടെ ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേരുടെ പാരന്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് അത് തന്റെ മക്കളാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഭഗവാൻ അറിഞ്ഞുകൊണ്ട് കൊടുത്തു എന്ന് സാരം ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സന്തോഷം ഇല്ലാത്തവന് സന്തോഷമുണ്ട്, ഉള്ളവനും ചിലപ്പോൾ സന്തോഷം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് ഇല്ല എന്നുള്ളതിന്റെ പേരിൽ അവിടെ പോയിട്ട് എനിക്കാകെ സങ്കടമാണ് കൃഷ്ണ എന്ന് പറയാൻ അദ്ദേഹത്തിന് തോന്നാതിരുന്നത്. അദ്ദേഹം സന്തോഷവാനാണ്, ഉള്ളുകൊണ്ട് സന്തോഷവാനാണ്, ഒന്നും ചോദിച്ചില്ല. പക്ഷെ കൊടുക്കേണ്ട കൊടുത്തു, അത് വേറെ കാര്യം. അപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത്, ഈ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷം കൊണ്ടുവരുന്നത് എക്സിസ്റ്റൻസ് ആണ്. അവർക്ക് സന്തോഷം കൊണ്ടുവരുന്നത് ബാങ്കിൽ എത്ര പൈസയുണ്ട്, ബാങ്കിൽ എത്ര ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ വരവ് ഇനി എന്തെല്ലാം വരവുണ്ടായിരിക്കും, അല്ലെങ്കിൽ തന്റെ കൃഷിയിടത്തിൽ കൃഷി ഇത്തവണ എങ്ങനെയായിരിക്കും, ഇതിനെക്കുറിച്ച് വേവലാതിപ്പെട്ട് നടക്കുകയാണ്. ദാറ്റ് മീൻസ് എക്സിസ്റ്റൻസ്, തന്റെ ഭൗതികമായിട്ടുള്ള നിലനിൽപ്പ്. ആ ഭൗതികമായിട്ടുള്ള നിലനിൽപ്പ് ഗംഭീരതരമായി ഇരുന്നാൽ കൽവിയിരിക്കത് ശെൽവമരിക്കത് വീരമരിക്കത് എന്ന് പറഞ്ഞ പോലെ ബാഹ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഗംഭീരത്വം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം സന്തോഷവാനാണ്. മറ്റു ചിലർക്ക് വേണ്ടത് എത്തിക്സ് ആണ് വേണ്ടത്. ഒരു ജന്മം മുഴുവൻ അദ്ദേഹം എക്സിസ്റ്റൻസിനെ മറികടന്ന് എത്തിക്സിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, ധർമ്മപൂർവമായിട്ട് നുണ പറയാതെ, അസത്യപ്രവർത്തികൾ ചെയ്യാതെ, ആരെയും വഞ്ചിക്കാതെ, അദ്വേഷ്ട സർവഭൂതാനാം മൈത്രക്കരുണയേവജ നിർമ്മമോ നിരഹങ്കാരക, വാട്ട് എവർ യു ഗെറ്റ് ട്രൈ ടു എന്റർടൈൻ ദിസ് സന്തുഷ്ടോ ഏനകേനജിത് എന്ന രീതിയിൽ കാമം, ക്രോധം, ലോപം, മോഹം അഥവാ ആത്സര്യങ്ങളെ മുഴുവൻ മാറ്റി നിർത്തി അസൂയ, പൗഷന്യം, പോര്, കുശുമ്പ്, കുതിയാൽ വിട്ട് പാരവെപ്പ്, ഈ കാര്യങ്ങളിൽ ഒന്നും ഇടപെടാതെ ജീവിക്കണം. അതിന്റെ പേരിൽ എനിക്ക് എക്സിസ്റ്റൻസ് നഷ്ടപ്പെടാം, പക്ഷെ ഞാൻ എന്നെ നഷ്ടപ്പെടുത്തില്ല. എന്റെ മക്കൾക്ക് പറയാൻ കഴിയണം, എന്റെ അച്ഛൻ ഇങ്ങനെ ഒരാളായിരുന്നു പറയാൻ കഴിയണം. എത്ര സ്ഥലങ്ങളിൽ പറഞ്ഞില്ല, ഞങ്ങൾക്കൊന്നും കൊണ്ടു തന്നിട്ടില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ അറിയുന്നത് ഞങ്ങളുടെ അച്ഛന്റെ പേരിലാണ്. ഞങ്ങൾക്കൊന്നും കൊണ്ടു തന്നിട്ടില്ല. വീട് പട്ടിണിയായിരുന്നു. കഥകളി നടനായിട്ടുള്ള ശിവരാമൻ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പണ്ടൊക്കെ കഥകളി കഴിഞ്ഞ് പോകുമ്പോൾ വീടിന്റെ പിൻഭാഗത്തൂടെയാണ് കയറി ചെല്ലുക. മുൻഭാഗത്തോടെ കയറി ചെല്ലാൻ പറ്റില്ല. കാരണം എന്താണ്? മുൻഭാഗത്തോടെ കയറി ചെല്ലുമ്പോൾ കുട്ടികൾ കാണും. അപ്പൊ കുട്ടികൾ ചോദിക്കും, അച്ഛാ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ചോദിക്കും, എന്തോന്നും കൊണ്ടു ചെല്ലാൻ? ഒന്നുമില്ല. ഒന്നും പേടിച്ചിട്ട് അവിടെ ചെല്ലുക. അച്ഛൻ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുന്ന കരുതി നിൽക്കുന്ന 2 പെൺകുട്ടികൾ, അവർക്കൊന്നും കൊടുക്കാൻ കഴിയാതെ വരുന്നുള്ള സങ്കടം. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല എന്ന രീതിയിലാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. പക്ഷേ ആ മക്കളെ പിന്നീട് കണ്ട സമയത്ത് ആ മക്കൾ പറഞ്ഞത്, അന്നൊക്കെ അങ്ങനെയായിരുന്നു സ്വാമി, പക്ഷെ ഇന്ന് ഞങ്ങൾ അഭിമാനത്തോടെ ജീവിക്കുന്നത് ആ ഒരു പേരുണ്ടല്ലോ, കോട്ടക്കൽ ശിവരാമന്റെ മക്കളാണെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കാല് തൊട്ട് തൊഴുകയാണ് ആൾക്കാർ.
അതിൽ പല ഒരു സ്വത്ത് എന്താ വേണ്ടേ സ്വാമിജി? മറ്റുള്ള സ്വത്തെയും കള്ളന്മാര് കട്ടുകൊണ്ട് പോവില്ലേ? നല്ല രോഗം വന്നു കഴിഞ്ഞാൽ പൈസ മുഴുവൻ പോവില്ലേ? ഒരു പ്രളയം വന്നാൽ പോവില്ലേ? ഒന്ന് ഭൂമി കുലുങ്ങിയാൽ പോവില്ലേ? പക്ഷേ അച്ഛൻ ഞങ്ങൾക്ക് തന്ന ഒരു മുദ്രയുണ്ടല്ലോ, കോട്ടക്കൽ ശിവരാമന്റെ മക്കൾ എന്ന് പറഞ്ഞ മുദ്ര. ഇത് കോട്ടക്കൽ ശിവരാമന്റെ മാത്രം കാര്യമില്ല, അദ്ദേഹം എന്റെ സുഹൃത്തായതുകൊണ്ട് അങ്ങനെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു, വേറെടുത്ത് പറഞ്ഞത് മാത്രം, ഞാൻ അഭിമാനത്തോടുകൂടി പറഞ്ഞു എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞ കാര്യം. അപ്പോൾ പറഞ്ഞു വരുന്ന അവർക്കൊക്കെ എത്തിക്സിനാണ് പ്രാധാന്യം ഉണ്ടായിരുന്നത്. ഒന്നുമില്ലെങ്കിലും ആ കലയ്ക്ക് വേണ്ടി ജീവിച്ചു മരിച്ച ആളുകൾ അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ഓരോ വേഷം കെട്ടുമ്പോഴും അദ്ദേഹം മാറി നിന്ന് കുറേ നേരം ധ്യാനിക്കും. ഇന്ന് ഇത്രയും ആൾക്കാരുണ്ട്, ഇന്ന് ഞാൻ ഏതെല്ലാം രീതിയിൽ പുതുമകൾ കൊണ്ടുവരണം, അതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ വിചാരം. അങ്ങനെയുള്ള ഒരുപാട് ഭാരതന്മാരുണ്ട്, അവർ എത്തിക്സിന് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. മഹാത്മാക്കൾ ഇവിടെ നമ്മളുടെ സാക്ഷാൽ മഹാത്മജി വന്നു, ഗോപാലകൃഷ്ണ ഗോഖലെ പറഞ്ഞു, ഇവിടെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള സമരം, അങ്ങ് ഈ സമരം ഏറ്റെടുക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ സമരത്തിനല്ല വന്നിട്ടുള്ളത്, പക്ഷെ ഞാൻ ഇടപെടാം. എങ്ങനെ ഇടപെടുന്നു? ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇടയിൽ സത്യാന്വേഷണ പരീക്ഷകൾ നടത്തും ഞാൻ. അതുകൊണ്ടാണ് ഒരിക്കൽ പോലും തോക്കെടുത്ത് ബ്രിട്ടീഷുകാരെ വെടിവെച്ച് ഓടിക്കാതിരുന്നത്. അദ്ദേഹമായിട്ട് തുള്ളി രക്തം പോലും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് വീഴ്ത്തിയില്ല. വീണു, ചുറ്റുപാടുകളിൽ പലതുകൊണ്ടും വീണു, അദ്ദേഹം അത് വീഴ്ത്തിയില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ആ രംഗം അദ്ദേഹത്തിന്റെ വേദിയായിരുന്നു. സത്യാന്വേഷണ പരീക്ഷണം നടത്താനുള്ള വേദി. അവിടെയും എക്സിസ്റ്റൻസ് അല്ല നോക്കിയത്, എങ്ങനെയല്ല അവരെ ഓടിക്കുക, ആദ്യത്തെ പ്രധാനമന്ത്രിയാകുക അല്ലെങ്കിൽ ആദ്യത്തെ പ്രസിഡന്റ് ആകുക. ഇതിനൊരിക്കൽ പോലും ശ്രമിച്ചില്ല ആര്? മഹാത്മജി. ഈ ഇന്ത്യയെ പങ്കുവെച്ച സമയത്ത് 500 കോടി രൂപ ആ പങ്കുവെക്കൽ വിളംബരത്തിലെ ഒരു ക്രോസ് ആയിരുന്നു. 500 കോടി പാകിസ്ഥാന് കൊടുക്കണം. എന്തോ ചില കാരണവശാൽ പറയാൻ പറഞ്ഞു 10 പൈസ കൊടുക്കില്ല എന്ന്. അങ്ങനെ പറഞ്ഞു ഞാൻ പാകിസ്ഥാനിലേക്ക് പോവുകയാണെന്ന്. അപ്പോഴും എക്സിസ്റ്റൻസ് അല്ല പ്രശ്നം, എത്തിക്സ്. ആരുടെ കട്ടും കവർന്നിട്ടാണെങ്കിലും എന്റെ കാര്യം സുഭിക്ഷമാകണം, എല്ലാ ഐശ്വര്യവും വീര്യവും കീർത്തിയും എനിക്ക് വേണം, മറ്റുള്ളവർക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന അക്ഷരമില്ലാത്തവന്റെ, രാക്ഷസന്റെ, സാക്ഷരത മറച്ചിട്ടാൽ രാക്ഷസനായി, അക്ഷരമില്ലാത്തവന്റെ ആറ്റിറ്റ്യൂഡ്, എക്സിസ്റ്റൻസ് ഉണ്ടാകണം, അത്രമാത്രം. പക്ഷെ മറ്റുള്ളവർക്ക് എങ്ങനെയാണ്? എത്തിക്സ് ആണ് വരുന്നത്. ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്നതെല്ലാം പിടിച്ചു മാന്തി അവിടെ ഇവിടെ ചാക്കിൽ പൊതിഞ്ഞ് പൂഴ്ത്തി വെക്കാനല്ല അയാൾക്ക് ഇഷ്ടം. ഇവിടെ നിന്ന് മരിച്ചു പോയാൽ കൂടിയും ഇവിടെ ജീവിച്ചിരുന്നവനാണ് എന്ന് 10 ആളെങ്കിലും പറയണം, സ്വന്തം മക്കളെങ്കിലും പറയണം. എന്റെ അച്ഛനോട് കള്ളനാണെന്ന് ആരും പറയില്ലോ, മറന്നു പോകാനാണ് ഇഷ്ടപ്പെടുക. അതേ സമയത്ത് മുദ്ര പതിച്ച് ജീവിതത്തിന് പോകുന്ന ആള്, അയാൾ ആ ലോകത്തിന് തന്നെ, അയാൾ ജനിച്ച വീടിന്, അയാൾ ജീവിച്ച ഗ്രാമത്തിന്, അയാൾ പിറന്നു വീണ രാജ്യത്തിന് പോലും അഭിമാനം ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും അയാൾ പോവുക. പക്ഷേ ഭൗതികമായിട്ടുള്ളൊന്നും നേടിയിട്ടുണ്ടാവില്ല. എത്തിക്സ് പരമായിട്ട് അയാൾ ഒരുപാട് നേടിയിട്ടുണ്ടായിരിക്കും. അതെങ്ങനെയാണ് എത്തിക്സ് ഉണ്ടാകുന്നത്? അതിൽ പ്രധാന ഘടകം ത്യാഗമാണ്. ത്യാഗേനേ അമൃതത്വമാനുഷു. അമൃതത്വം ഉണ്ടാക്കണമെങ്കിൽ അതിന് ഒറ്റ മാർഗമേ ഉള്ളൂ, ത്യാഗം. ഭൗതികധനവും സന്തോഷവും തമ്മിൽ കാര്യകാരണ സംബന്ധമൊന്നുമില്ല. ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് അവിടെ ഇല്ല. അയാൾക്ക് നല്ല സന്തോഷ, എന്താ കാരണം? പൈസയുണ്ട്. അയാളുടെ പൈസയില്ല, അവിടെ അയാൾ കരഞ്ഞുകൊണ്ട് നടക്കുന്നത്. അങ്ങനെയൊരു റിലേഷൻഷിപ്പ്, കോസ് ആൻഡ് എഫക്ട്, കാര്യകാരണ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ. ഇന്ന കാരണത്തിൽ നിന്ന് ഇന്ന കാര്യം ഉണ്ടാകുന്നു, ഇന്ന കോസിൽ നിന്ന് ഇന്ന എഫക്റ്റ് ഉണ്ടാകുന്നു, പൈസ ഉള്ളതുകൊണ്ട് സന്തോഷം ഉണ്ടാകുന്നു എന്ന രീതിയിലൊരു കോസ് ആൻഡ് എഫക്ട്, ഒരു റിലേഷൻഷിപ്പ് അത് തമ്മിലില്ല എന്നർത്ഥം. അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാ പണക്കാരും എന്നും എപ്പോഴും പൂർണ്ണ സന്തോഷവാന്മാരായിട്ട് ഇരിക്കുമായിരുന്നല്ലോ. ഇവിടെ അരിസ്റ്റുള്ള ഓനാസിസിന്റെ മകള്, ഞാനേക്കാൾ വലിയ കോടീശ്വരി ഇല്ലല്ലോ, അവർ വിവാഹം കഴിക്കുമ്പോൾ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? ശമ്പളം വാങ്ങിക്കുന്ന ഒരാളെ കല്യാണം കഴിക്കുള്ളൂ. ഇവർ കൊടുക്കുന്ന ശമ്പളത്തിന് കയ്യും കണക്കുമില്ല. പക്ഷെ ഞാൻ ആഹാരം കഴിക്കുന്നത് എന്റെ ഭർത്താവും ഞാനും അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ടേ ഞങ്ങൾ വിവാഹം കഴിക്കുള്ളൂ. അവസാനം ഒരു റഷ്യൻ ജോലിക്കാരനെ വിവാഹം കഴിച്ചത്, ആ സ്ത്രീ വിവാഹം കഴിച്ചത് അരിസ്റ്റോ ഓനാസിസിന്റെ വലിയ കപ്പൽ മുതലാളിയുടെ മകള് ക്രിസ്റ്റീന ഓനാസിസോ മറ്റോ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, നമ്മൾ പലപ്പോഴും ഈ ഹാപ്പിനെസ് ഈസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ റിയലി വാട്ട് ഐ ഹാവ്. അതിനെ ആസ്പദമാക്കിയിട്ടല്ല ഒരാൾ സന്തോഷം ഉണ്ടാകുന്നത്. വേറെ ഹാപ്പിനെസ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് ഐ ആം. ഞാൻ എന്താണ്, എന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, എന്റെ അന്തരംഗം എന്തു പറയുന്നു, അതിനെ ആസ്പദമാക്കിയിട്ടാണ് സന്തോഷമുണ്ടാകുന്നത്. എന്തെല്ലാം ഉണ്ട് എന്നുള്ളതിന്റെ പേരിലല്ല സന്തോഷം, ഞാൻ ആരാണ് എന്നുള്ളതിന്റെ പേരിലാണ് സന്തോഷം. സ്വയം അക്ലിഷ്ടനായിട്ടൊരാൾക്ക്
എന്തുണ്ടായാലും ഇല്ലെങ്കിലും അയാൾക്ക് പ്രശ്നമില്ല. നാളെ അയാൾ അറിയണം എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, വേദന ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, പോട്ടെ പുല്ല്, ഏതായാലും ഹാർട്ട് എനിക്കുണ്ട്, താനൊരു ഹൃദയമില്ലാത്തവനെന്ന് ആരും പറയില്ലല്ലോ എന്ന രീതിയിൽ അത് അയാളുടെ മെന്റൽ മാനസികമായിട്ടുള്ള ആ ബലത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് ഒരിക്കൽ പോലും സന്തോഷം ഇസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് ഐ ഹാവ് ബട്ട് വാട്ട് ഐ ആം. ഞാൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ചാണ് സന്തോഷമുണ്ടാകുന്നത്. ഞാൻ ആരാകണം നമ്മൾ ചിന്തിക്കണം. നചികേതസിനെ പോലെ ഒരു പേഴ്സണാലിറ്റി ആയി കഴിഞ്ഞാൽ അയാളൊരിക്കലും തൻ്റെ പുറകിലുള്ള ധനത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്നില്ല എന്ന് സാരം. അല്ലാത്തവരും അതിനെക്കുറിച്ച് മാത്രം വേവലാതിപ്പെട്ട് ജന്മം മുഴുവൻ പിണമാക്കി മാറ്റുന്നു, തുച്ഛമാക്കി മാറ്റുന്നു, അശുവാക്കി മാറ്റുന്നു. നമ്മൾക്ക് എന്തുണ്ട് എന്നതിനെ ആശ്രയിച്ചല്ല സന്തോഷം എന്ന് സാരം. നമ്മൾ ആരാണ് എന്ന് ആശ്രയിച്ചാണ് സന്തോഷം നിലകൊള്ളുന്നത് എന്ന് സാരം. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് ചിന്തിക്കുന്നവന് എന്നും തിരുവോണം, എന്നും തിരുവോണം. നമസ്കാരം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.